year, making each day after year, changing my life with the wave of a hand. മാഷാല്ല. അങ്ങനെ എൻ്റെ മോന് 5 വയസ്സായിട്ടുണ്ട്. ആളിതാ എണീറ്റ പാടന്നെ കാർട്ടൂണിൻ്റെ മുന്നിലാട്ടോ. സ്കൂളില്ലാത്ത ദിവസം കുറച്ച് നേരം മോർണിംഗ് ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെലിബ്രേഷൻ ഉണ്ട്. ഞാനും ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. വീട്ടിൽ തന്നെ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യണു, അത്ര തന്നെ ഉള്ളൂ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മാടെ മക്രോണിയാണ്. അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് സവാള, ഉപ്പ്, തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി വാടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ അങ്ങ് കഴുകി വെക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ മോട്ടറൊക്കെ ഇട്ട് വെള്ളം പിടിച്ച് ടാങ്കി അങ്ങ് ഫുള്ളാക്കി വെക്കും. അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റൂല. ഇന്നലെ മോർണിംഗ് പോയിട്ട് ഈവനിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് എന്തോ ടാങ്കിൽ വെള്ളം ഫുള്ളായിരുന്നു. അലക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മെഷീനിൽ തന്നെയാണ് നമ്മൾ അലക്കിയതെല്ലാം ഉണക്കൽ, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടലില്ല. ഇയാളിതേ ഉപ്പ ചെരുപ്പ് ഊരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്, ഉപ്പാടെ ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി. എന്നിട്ട് അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. ഉപ്പ തെരഞ്ഞ് നടക്കുകയും ചെയ്യും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം ഉപ്പതേ ആൾക്ക് വലിയൊരു ഡയറി മിൽക്ക് കൊടുത്തിട്ടുണ്ട്. ആൾ തിരിച്ച് നല്ലൊരു ഉമ്മയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയായിരുന്നു. അങ്ങനെ അടിക്കലും അലക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ്. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ലഞ്ചിന് ഇന്ന് കാര്യമായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പാക്കൊരു മൗലൂദ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ അങ്ങോട്ട് പോയി. ഞാനും ഉമ്മയും പിന്നെ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ക്യാരറ്റ് പായസം കൂടിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങിയ പറഞ്ഞത് എൻ്റെ ഉമ്മച്ചി ഉമ്മമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവർ കുന്നംകുളത്ത് പോയി വരികയായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടെയും കയറിയിരുന്നു. അവർ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടോ ആൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഇതാണ് എൻ്റെ ഒരേ ഒരാങ്ങള. ഇതുവരെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊന്നും നിങ്ങൾക്ക് ആർക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ല. ഇൻഷാല്ലാ ഒരു വീഡിയോയിൽ ഞാനിതെല്ലാം ചെയ്യാട്ടോ. അങ്ങനെ അവർ പോയ ശേഷം ഞാനും ഉമ്മയും കൂടി ഇത് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ വലിയ കേക്കൊന്നല്ല, ആളെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഒരു കുഞ്ഞ് കേക്ക് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള KR ബേക്കറിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും കേക്കുകൾ ഒരുമിച്ച് കണ്ടപ്പോൾ ആളെ കിളി അങ്ങ് പാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ അതിന്നൊരു കേക്ക് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് കേക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മനും കൂടി റേറ്റിംഗ് കൊടുത്തപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം. ഇവൻ്റെ ഫോട്ടോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണത്. ആളെ മുഖത്തെ നവരസങ്ങൾ നിങ്ങളും കണ്ടതല്ലേ. ഇവിടെയാണ് ചെറിയൊരു അബദ്ധം പറ്റിയത്. വീഡിയോ ഓണാക്കിയിട്ടാണ് വന്ന് കേക്ക് കട്ട് ചെയ്തത്. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ വീഡിയോ അത് ഓണല്ലായിരുന്നു. ഇതുവരെ കിട്ടിയുള്ളൂ. പിന്നെ അറഞ്ചം പുറഞ്ചം കേക്ക് കട്ടിങ്ങിലായിരുന്നു. ആൾക്ക് 2 ഹോട്ട് വീൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഗിഫ്റ്റും കൊടുത്ത് ആൾ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഒരു മയക്കം കഴിഞ്ഞ് എണീറ്റ് ഇതേ ചായ കുടിക്കുകയാണ്. ചായയും റസ്കും ആയിരുന്നു. പിന്നെ രാത്രിക്കായിരുന്നു ഞങ്ങൾ ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്രോസ്റ്റഡ് ചിക്കനും അഫ്ഗാനി അൽഫാമും ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.